ഞാൻ ഡോക്ടർ MP മണി. ഇപ്പോൾ നമ്മുടെ ജനങ്ങൾക്കിടയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് കാൽമുട്ടുകളിലെ വേദനയാണ്. കാരണം 10 ആൾ കൂടുന്നിടത്തൊക്കെ പലരും പറയാറുണ്ട് കാൽമുട്ടിന് ഭയങ്കര വേദന എന്നാണ് പറയാറുള്ളത്. ഇത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വാർദ്ധക്യത്തിൽ എത്തിയവരിൽ മാത്രം കണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു. പ്രായം കൂടിയവരിൽ മാത്രമേ ഇത് കണ്ടിരുന്നുള്ളൂ ഒരു കാലത്ത്. ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ മധ്യപ്രായക്കാരിലും ചെറുപ്പക്കാരിലും കൂടി ഇത് കണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇത് ഗൗരവമായി കാണാതിരിക്കുകയും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ തീവ്രത കൂടും. ഇത് കൂടിയിട്ട് കാൽമുട്ടുകൾ നീങ്ങി അസഹ്യമായ വേദനയാവും. ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥ വരും. ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ ശാരീരികമായ ചലനങ്ങൾ, അധ്വാനം ഇതെല്ലാം ഇല്ലാതാകും. അവിടെയാണ് പുതിയ രോഗങ്ങളുടെ ആരംഭം. പ്രമേഹം ഉണ്ടാകുകയായി, കൊളസ്ട്രോൾ നില ഉയരുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു. ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഇവരിൽ കണ്ടു തുടങ്ങാൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്ന സംഭവമാണിത്. ഇതൊരു രോഗമാണെന്ന് പോലും ഇതിന് പറയാൻ പറ്റില്ല. കാരണം ഈ പൊണ്ണുതടി ഉള്ളവരിൽ ഈ കാൽമുട്ടുകളിൽ കൂടുതൽ ശരീരഭാരം താങ്ങേണ്ടി വരും, കൂടുതൽ അധ്വാനഭാരം വരും ആ സന്ധികൾക്ക്. കാരണം ഭാരം താങ്ങുന്ന പ്രധാന സന്ധികളിലൊന്ന് കാൽമുട്ടുകളാണ്. ഇത് ഒരുപാട് അധ്വാനിക്കുന്നവരിലും ഇതിൻ്റെ പ്രശ്നം വരും. ഈ അധ്വാനം കൂടി വരുമ്പോഴും ഇതിൻ്റെ പ്രശ്നം വരും. ശരീരം അനങ്ങാതെ ജീവിക്കുന്നവരിലും വരും. അപ്പം ഈ വേദന തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ നാട്ടിലൊരു ഭാഷയുണ്ട്, മുട്ട് തേയ്മാനം. ഇവിടെ തേയ്മാനമല്ല സംഭവിക്കുന്നത്, അസ്ഥികൾ തേയുന്നില്ല. ഇവിടെ അവിടുത്തെ ധർമ്മങ്ങൾ ക്ഷയിക്കുകയാണ്. അവിടെ ആ പ്രവർത്തനത്തിലെ കാര്യക്ഷമത ഇല്ലാതാകുകയാണ്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ രസതന്ത്രം. ഇങ്ങനെ വരുമ്പോൾ കുറേ കൂടെ കഴിയുമ്പോൾ അവിടെ നീർക്കെട്ട് വരും. നീർക്കെട്ട് വരുമ്പോഴാണ് ഇവിടെ വീക്കം വരുന്നത്. കുറേ പേർക്ക് ഇതോടൊപ്പം അണുബാധകളുണ്ടാവും. അപ്പോഴാണ് അവിടെ തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂടും ചിലരിൽ ചുവപ്പ് നിറം കാണുന്നത്. ഇത് ഒരു രക്തപരിശോധന നടത്തിയാൽ ഇതിൻ്റെ അണുബാധയുടെ തീവ്രത, നീർക്കെട്ടിൻ്റെ തീവ്രത ഇതെല്ലാം എത്രയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ആ റിസൾട്ടിനെ കേന്ദ്രീകരിച്ചാണ് ചികിത്സ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇതൊരു പ്രശ്നമേ അല്ല, ദിവസങ്ങൾക്കകം പരിഹാരം സാധ്യമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ജനങ്ങൾ സ്വയം കൈകാര്യം ചെയ്യും. ഈ സ്വയം ചികിത്സയാണ് പലരും. ഇത് വാദമാണ്, ഒറ്റ വാക്കുള്ളവർക്ക് വാദമാണ്, അല്ലെങ്കിൽ മുട്ട് തേയ്മാനമാണ്. എന്നിട്ട് അവർ സ്വന്തം ഇഷ്ടപ്രകാരം മരുന്ന് കടയിൽ പോയി മരുന്ന് മേടിക്കലായി, തേക്കലായി, കഴിക്കലായി, വിഴുകലായി. ഇവിടെയാണ് ഈ കൈവിട്ടു പോകുന്നത്. മുട്ടുകളിൽ വേദന ആരംഭിക്കുമ്പോൾ ഇത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ആദ്യം തിരിച്ചറിയണം. അപ്പോൾ ചികിത്സയുടെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ഈ പൊണ്ണത്തടി ഉള്ളവൻ അത് കുറയ്ക്കുകയാണ്. അത് കുറയ്ക്കണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരം ക്രമീകരിക്കുകയാണ് ആദ്യം വേണ്ടത്. 2, വ്യായാമം ചെയ്യണം. ഈ ഒരു ജോലി ചെയ്യാതെ ശരീരം അനങ്ങാതെ ജീവിക്കുന്നവർ വ്യായാമം ചെയ്തു തുടങ്ങണം. അല്ലാത്തവർക്ക് ജോലികളാകാം. ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഈ രോഗത്തിൽ ഇത് വാദം, തേയ്മാനം ഈ വാക്കുകൾ മാറ്റി നിർത്തി ഡോക്ടർ പറയുന്ന രക്തപരിശോധനകൾ നടത്തണം. അവിടെയാണ് ഇതിൻ്റെ കൃത്യമായ ചിത്രം കിട്ടുന്നത്. വേണമെങ്കിൽ ഒരു എക്സ്റേ ആകാം. അതനുസരിച്ചാണ്, ഏറ്റവും പുതിയ അറിവനുസരിച്ചാണ് ചികിത്സ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ ലളിതമാണ്. കാരണം ഇത് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു വ്യവസായമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും പുതിയ അറിവുകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇത് വളരെ നിഷ്പ്രയാസം സുഖപ്പെടുത്താവുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്.